ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. എല്ലാ ശാസ്ത്രങ്ങളെയും പറ്റിയും ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആ ശുക്രനെ, അസുരാചാര്യനെ ഞാൻ നമസ്കരിക്കുന്നു. നവഗ്രഹങ്ങളിൽ ഈ ഒരു പ്രത്യേകത ശുക്രന് മാത്രമേയുള്ളൂ. അതുകൊണ്ടാണ് കവി എന്ന പര്യായപദം ശുക്രന് ലഭിച്ചിരിക്കുന്നത്. രണ്ട് ആചാര്യന്മാരാണ് ജ്യോതിഷത്തിൽ, വ്യാഴവും ശുക്രനും. വ്യാഴം ദേവാചാര്യനാണ്, ശുക്രനോ അസുരാചാര്യനോ. വരാഹമിഹിര ആചാര്യർ ഭാവഫലം ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും ഒരേ രീതിയിൽ പറഞ്ഞപ്പോഴും വ്യത്യാസങ്ങൾ ചില സ്ഥലത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ സ്മരനിപുണ സുഖി, സ്മരനിപുണനും സുഖിമാനുമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വിദ്വാൻ എന്ന വാക്കിന് തന്നെ വ്യാഴം ആത്മീയമായ സുഖത്തിൻ്റെ കാരകനാണ്, ശുക്രൻ ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണകാരകനാണ്. 4-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോഴും ശുക്രൻ നിൽക്കുമ്പോഴും സുഖി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹോരാചാര്യർ. ആ സുഖം ആത്മീയമായ സുഖമാണ് വ്യാഴം ഉണ്ടാക്കുന്നത്. ശുക്രനാണെങ്കിലോ അത് ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയാണ്. അതുകൊണ്ടാണ് ഹോരാചാര്യർ, വരാഹമിഹിര ആചാര്യർ ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്വൽപ്പം വൃത്തവിചിത്രം അർത്ഥബഹുളം ശാസ്ത്രപ്ലവം പ്രാരഭേ ഹോരാതന്ത്ര മഹാർണവ പ്രതരണേ ഭഗ്നോദ്യമാനാമഹം. ഹോരയാകുന്ന മഹാസമുദ്രത്തിൽ സഞ്ചരിക്കുന്ന നിങ്ങൾക്ക് ഭഗ്ന ഉദ്യോദ്യമാനാം, എത്ര യജ്ഞിച്ചിട്ടും അത് പരാജയപ്പെടുന്നു. ഭഗ്നനാണ്. പരാജയപ്പെട്ട സമയത്ത് നിങ്ങൾക്കിതാ തുഴഞ്ഞു നീങ്ങുന്ന നിങ്ങൾക്കിതാ ഒരു കൈവള്ളി. ആ കൈവള്ളിയാണ് ഹോരാശാസ്ത്രം. അത് സ്വല്പമാണ്. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും 365 ശ്ലോകങ്ങളിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചു. അർത്ഥബഹുളം, ഒരർത്ഥത്തിനെ പല രീതിയിൽ നിങ്ങൾ എടുത്തുകൊള്ളണം. വൃത്തവിചിത്രം, പല വൃത്തത്തിലുമാണ് ഈ ശ്ലോകങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നാം സൂചിപ്പിച്ചു ഭൗതിക സുഖത്തിൻ്റെ കാരകനാണ് ശുക്രൻ. ശുക്രനെ കൊണ്ടാണ് അബലാഭോഗയാനാനി ശുക്ര. അബല സ്ത്രീ, സുഖഭോഗങ്ങൾ, വാഹനങ്ങൾ, എല്ലാ ഭൗതിക സുഖങ്ങൾ, മെറ്റീരിയൽ ബെനിഫിറ്റ്സ് തരുന്ന ഗ്രഹം ശുക്രനാണ്. ഇന്ന് ഡോക്ടർ മാരാർജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്ന വിഷയം ശുക്രനിതാ ഒരു വലിയ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ശുക്രൻ ഉച്ചരാശിയിലേക്ക് കയറിയിരിക്കുന്നു. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം ഏതാണെന്ന് നിങ്ങൾ അറിയണം. മീനം ആകുന്നു ശുക്രൻ്റെ ഉച്ചക്ഷേത്രം. അതിന് 7-ാം ഭാവം, 7-ാം ഇടം കന്നിയാകുന്നു ശുക്രൻ്റെ നിജക്ഷേത്രം. സ്വക്ഷേത്രമാകട്ടെ മേടവും തുലാവും. തുലാത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്, മൂലക്ഷേത്രം കൂടിയാകുന്നു തുലാം. അതിനാൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ ചാരവശാലുള്ള 123 ദിവസത്തേക്കുള്ള പ്രയാണമാണ് സ്വന്തം ഉച്ചരാശിയിൽ. ഈ ശുക്രൻ്റെ ഈ ഉച്ച സ്ഥലത്താണ് ധനം, സുഖഭോഗങ്ങൾ, ഭാര്യാസുഖം, പുതിയ സ്ത്രീകൾ, കാമുകിമാർ, ദ ലക്ഷറീസ് പാർട്ട് ഓഫ് ലൈഫ്, ഇതൊക്കെ നിങ്ങൾക്ക് ശുക്രൻ തരുന്നു. നാം ഇവിടെ ചിന്തിക്കുന്നു മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശികളിലേക്കുള്ള ശുക്രൻ്റെ ചാരവശാലുള്ള മാറ്റവും ശുഭാശുഭ ഫലങ്ങളും. അതായത് 1200 മകരം 14 മുതൽ ഇടവം 17 വരെയുള്ള 2025 ജനുവരി 27 മുതൽ മെയ് 31 വരെയുള്ള 4 മാസക്കാലമാണ് ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുന്നത്. സാധാരണ ശുക്രൻ പരമാവധി 30 മുതൽ 45 ദിവസം വരെയാണ് ഒരു രാശിയിൽ നിൽക്കുക. സൂര്യൻ 30 ദിവസം, ചന്ദ്രൻ 2.25 ദിവസം, ബുധൻ സൂര്യനോട് കൂടെ തന്നെ ഉണ്ടാകും. എങ്കിലും പലപ്പോഴും ബുധൻ 30 മുതൽ 45 ദിവസം വരെ നമുക്ക് കാണാം. അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷിവ ഭൃഗുനന്ദനഹ. ശുക്രനെ കൊണ്ടാണ് നാം ലക്ഷ്മി ദേവിയെ ചിന്തിക്കുന്നത്. ഇതേ ശുക്രനെ കൊണ്ടാണ് നാം യക്ഷിയെയും ചിന്തിക്കുന്നത്. അത് ശുക്രൻ്റെ ബലാബലത്തിന് അനുസരിച്ചാണ്. ഇവിടെ ശുക്രൻ വളരെ ബലവാനാണ്. അതിനാൽ സ്വാഭാവികമായും അന്നപൂർണേശ്വരിയെയും ലക്ഷ്മിയെയുമായിരിക്കും നാം ചിന്തിക്കേണ്ടത്. ആദ്യമായി നാം ചർച്ച ചെയ്യുന്നത് മേടൻ രാശിക്കാരുടെ ഈ 4 മാസക്കാലമുള്ള ശുഭാശുഭ ഫലങ്ങളാണ്. മേടൻ രാശി എന്നാൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. മേടൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് 12-ാം ഭാവത്തിലാണ്. 12-ാം ഭാവത്തിൽ ഏത് ഗ്രഹങ്ങളിൽ നിന്നാലും വളരെ ദോഷമാണ്. പക്ഷേ ഹോരാചാര്യർ 12-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ഒരു ഫലം പറഞ്ഞിട്ടുണ്ട്, സധനോന്ത്യേ, ഇയാൾ ധനത്തോടു കൂടിയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ സാമ്പത്തികമായി മേടൻ രാശിക്കാർക്ക് വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും ഈ 120 ദിവസക്കാലം.
ഇവിടെ ശ്രദ്ധിക്കണം, ശുക്രൻ ഭോഗത്തിൻ്റെ ഗ്രഹമാണ്. മേടരാശിക്കാർക്ക് ശുക്രൻ 2 ഭാവങ്ങളുടെ അധിപതിയാണ്, 2-ാം ഭാവത്തിൻ്റെയും 7-ാം ഭാവത്തിൻ്റെയും. അതിനാൽ 2-ാം ഭാവത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഭർത്തവ്യം അഖിലം വിത്തം വാണി ചക്ഷുഷ ദക്ഷിണം വിദ്യാജ വിവിധാഭേദ സർവം ചിന്യം ദ്വിതീയത. ഭർത്തവ്യം തനിക്ക് ഭരിക്കപ്പെടേണ്ട ആളുകളാണ്, താൻ ഭരിക്കുന്ന ആളുകളാണ്, ഭാര്യ സന്താനങ്ങളാണ്. അഖിലം വിത്തം തൻ്റെ ധനപരമായ അഭിവൃദ്ധിയാണ്, തൻ്റെ വാക്കുകളാകുന്നു, തൻ്റെ വലത്തെ കണ്ണാകുന്നു, തൻ്റെ വിവിധ രൂപത്തിലുള്ള വിദ്യകളാകുന്നു 2-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. ശുക്രൻ ഇമോഷണൽ പ്ലാനറ്റാണ്, വൈകാരിക സംഘർഷങ്ങൾ പെട്ടെന്നുണ്ടാക്കും ശുക്രൻ. ശുക്രൻ 12-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സൂചിപ്പിച്ചു ധനപരമായ അഭിവൃദ്ധി ഉണ്ടാകാം. പക്ഷേ മറ്റ് പല രീതിയിലും സാമൂഹിക രംഗത്തായാലും സൗഹൃദങ്ങളിലായാലും ഭാര്യാവിഷയത്തിലായാലും താൻ ഭരിക്കപ്പെടേണ്ടുന്ന വ്യക്തികളുടെ വിഷയത്തിലായാലും ഇവിടെയൊക്കെ 12-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ആ ഭാവങ്ങൾക്ക് പലപ്പോഴും ശുക്രൻ പ്രയാസങ്ങൾ ഉണ്ടാക്കും. നിസ്സാരമായ കാര്യങ്ങൾക്ക് പരസ്പരം അകന്നു നിൽക്കേണ്ടി വരും. തൻ്റെ അടുത്ത സുഹൃത്തിന് ധനം കൊടുത്തു, അത് തിരിച്ചു ചോദിക്കുമ്പോൾ ആ ധനം പെട്ടെന്ന് സുഹൃത്തിന് തരാൻ പറ്റില്ല. തൻ്റെ അത്യാവശ്യത്തിന് വെച്ച കാശായിരിക്കാം, സുഹൃത്തിന് ആ വാക്ക് പാലിക്കാൻ കഴിയില്ല. അപ്പോൾ മാനസികമായി സുഹൃത്തുമായി ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ വരും, അത് തനിക്ക് മാനസികമായ ഫീലിങ്ങുകൾ ഉണ്ടാക്കും. ഇതാണ് ശുക്രൻ. ധാരാളം കാശുണ്ടാക്കും, അത് സേവ് ചെയ്യുന്നത് കൂടി പഠിക്കണം. ധനാനാം ആർജ്ജനേ ദുഃഖം ആർജിതാനാം രക്ഷണേ ആയേ ദുഃഖം വ്യയേ ദുഃഖം അർത്ഥയ്ക്കും ദുഃഖകാരണമെന്ന് സുഭാഷിതകാരൻ ചൊല്ലിയിട്ടുണ്ട്. ധനം സമ്പാദിക്കാൻ വളരെ പ്രയാസമാണ്, ആ സമ്പാദിച്ച ധനത്തെ സംരക്ഷിക്കുവാനും വളരെ ബുദ്ധിമുട്ടുണ്ട്. ധനം വരുമ്പോഴും ദുഃഖം, ധനം പോകുമ്പോഴും ദുഃഖം. അർത്ഥം വെറും ദുഃഖം മാത്രമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിനാൽ സാമ്പത്തിക വിഷയത്തിൽ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, ദാനം ചെയ്യുക. നമുക്ക് തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ 1000 കൊടുക്കേണ്ട സ്ഥലത്ത് 100 രൂപ കൊടുത്ത് തൽക്കാലം ഓക്കെ ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയുക. അപ്പോൾ അവിടെ ശത്രുതയില്ല, അത് പ്രതീക്ഷിക്കാതെ കൊടുക്കുക. പിന്നീട് ശുക്രൻ 7-ാം ഭാവാധിപനാണ്. വിവാഹം, കാമം, യാത്ര, പോക്കുവരവ്, ഭാര്യാഗൃഹം, ഇതൊക്കെ ചിന്തിക്കേണ്ട ഭാവമാകുന്നു 7-ാം ഭാവം. വിവാഹ മധുരാരോഗ ഭാര്യാഭർത്ത് സമാഗമ ശയ്യ സ്ത്രീസത്മ നഷ്ടാർത്ഥ മൈഥുനാനബി സപ്തമാത്. മൈഥുനം, കാമകേളികൾ, ആഭരണങ്ങൾ ചിന്തിക്കണം, നഷ്ടപ്പെടുന്ന കാശിനെ പറ്റി ചിന്തിക്കണം 7-ാം ഭാവം കൊണ്ട്. അതിനാൽ 7-ാം ഭാവം ശുക്രൻ നിൽക്കുന്നത് 12-ാം ഭാവത്തിലാണ്. യാത്രയിൽ തടസ്സങ്ങളില്ലാതെ നോക്കുക. സ്ത്രീ വിഷയത്തിൽ വളരെയധികം ജാഗ്രത പാലിക്കണം. ഭാര്യ പിണങ്ങി പോകാതെ നോക്കണം. പുതിയ സൗഹൃദങ്ങൾ വരുമ്പോൾ പലപ്പോഴും ഡിസ്പ്യൂട്ട് ഉണ്ടാവും. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗേൾ ഫ്രണ്ട് തന്നെ പറ്റിച്ചു പോകും. അപ്പോൾ അത് മാനസികമായ വലിയ സംഘർഷങ്ങൾക്ക് കാരണമാകും. അതിനാൽ സൗഹൃദം വളരെ ശ്രദ്ധിക്കുക. ബാങ്കിൽ വെച്ച സ്വർണ്ണ ഉരുപ്പടികൾ പലിശയെങ്കിലും കൊടുത്ത് നിലനിർത്തണം, അല്ലെങ്കിൽ ധനം നഷ്ടപ്പെടും. അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ പോവുക. അവിടെ ഏറ്റവും നല്ല പരിഹാരമാണ് ശുക്രന് അന്നദാനം. ശുക്രൻ അനിഷ്ടസ്ഥനാണെങ്കിൽ അന്നദാനം വലിയൊരു പരിഹാരമാണ്. വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്രത്തിൽ 4 മാസമുണ്ട്, നമുക്ക് 120-ലധികം ദിവസങ്ങളുണ്ട്. വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്രം സന്ദർശിച്ച് അവിടെ വിളക്ക്, മാല, പായസം വഴിപാടായി സമർപ്പിക്കുക. ഓം ദുർഗായൈ നമഃ എന്ന പ്രാർത്ഥന വളരെയധികം ഗുണം ചെയ്യും. അല്ലെങ്കിൽ ഓം ലക്ഷ്മി ദേവ്യൈ നമഃ, ലക്ഷ്മിയാകുന്നു ഞാൻ സൂചിപ്പിച്ചു, അന്നപൂർണേശ്വരി ലക്ഷ്മിയുമാണ് ശുക്രൻ. അതിനാൽ ഈ ദേവതകളെ ഭജിക്കുക. ഇവർക്ക് വേണ്ട വഴിപാടുകൾ വിളക്ക്, മാല, പായസം വഴിപാടായി സമർപ്പിക്കുക. ദാമ്പത്യമുട്ട് അല്ലെങ്കിൽ ഐക്യമത്യ അർച്ചന ദമ്പതികൾ പരസ്പരം ചെയ്യുന്നത് വളരെ ഗുണമാണ്. എല്ലാ പ്രിയപ്പെട്ട മേടൻ രാശിക്കാർക്കും അതിശോഭനമായ 120 ചില്വാനം ദിവസങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു. നന്ദി, നമസ്തേ.